Hi all, welcome to this session. ഇന്ന് നമ്മൾ ഫ്ലൈവീലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ കഴിഞ്ഞ സെഷനിൽ വി ലേൺ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡീസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, അതിലെ ഒമേഗയുടെ ഡയറക്ഷൻ എല്ലാം നമ്മൾ പറഞ്ഞു. വളരെ കൃത്യമായിട്ട് അതൊക്കെ ഓർക്കുക. സോ ഇന്ന് അല്ലെങ്കിൽ ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ഫ്ലൈവീലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഫ്ലൈവീൽ എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റ്. So this flywheel is a large heavy wheel. You can see here is a large heavy wheel with a long cylindrical axle. ഒരു നീളമുള്ള ഒരു സിലിണ്ടറിക്കൽ ആക്സിലിനെ ചുറ്റും ഒരു ലാർജ് ഹെവി വീലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലൈ വീൽ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് അബൌട്ട് ദിസ് ആക്സിൽ. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആക്സിലിനെ റിലേറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ അറ്റ് ദ സെന്റർ യു ക്യാൻ സീ ബോൾ ബിയറിംഗ്സ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ടു മിനിമൈസ് ദി ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്യാനാണ് ബോൾ ബിയറിങ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടുത്തെ സെന്റർ എന്ന് പറയുന്നത് അല്പം കുഴിഞ്ഞും അതിൻ്റെ റിമ്മിലാണ് മാസ് എന്ത് ചെയ്തിരിക്കുന്നത്? മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ അതിൻ്റെ സെൻറ്ററിലല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഷേപ്പ് വെച്ച്. സോ മോസ്റ്റ് ഓഫ് ഹിസ് മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഹിസ് റിം. സോ ദാറ്റ് എന്തായിരിക്കും? അങ്ങനെ ആണെങ്കിൽ കൂടുതൽ, ഈവൻ ദോ ഹിസ് മാസ് ഈസ് സെയിം, ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ഇറ്റ്സ് വെരി ലാർജ് അബൌട്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. കാരണം നിങ്ങൾക്കറിയാം, ഇതാണ് അതിൻ്റെ സെൻറ്ററെങ്കിൽ ആ സെൻറ്ററിൽ നിന്നും, ഇവിടെയാണ് അതിൻ്റെ സെൻറ്ററെങ്കിൽ ആ സെൻറ്ററിൽ നിന്നും ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, അതായത് മാസ് എന്ന് പറയുന്നത് ഒരു സെൻറ്ററിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് മാറിയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് വെരി ലാർജ്. ഒരു ഫ്ലൈ വീലിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ വലുതാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്തായിരിക്കാം? ഇതൊരു റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്സിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഓബ്ജക്റ്റ് ആണ് ഈ ഫ്ലൈ വീൽ. നിങ്ങൾക്കറിയാം, ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററി മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മാസ് ആയിരിക്കും. അതുപോലെ റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വെളിയിൽ നിന്ന് ഒരു ഷോക്ക് കൊടുക്കാം. ആ ഷോക്ക് കൊടുത്താലും അതിൻ്റെ റൊട്ടേഷൻ എന്ത് ചെയ്യാൻ പാടില്ല? എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ റൊട്ടേഷണൽ മോഷൻ്റെ എന്താണ് വെലോസിറ്റി ഒന്നും എഫക്റ്റ് ചെയ്യാൻ, അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. സോ ഫ്ലൈ വീലിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ റിമ്മുകളിലാണ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് വെരി ലാർജ്. സോ ദാറ്റ് അതിൻ്റെ മേജർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് സ്റ്റെബിലിറ്റി വൈൽ എക്സിക്യൂട്ടിങ് റൊട്ടേഷണൽ മോഷൻ. അതിന് എന്തുണ്ട്? റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ പിടികിട്ടും. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ ഫിഗറിൽ നിന്നും കാണിച്ചിരിക്കുന്ന എല്ലാം ഫ്ലൈ വീലാണ്. സോ ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സീ ദ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഹിസ് റിം. റിമ്മിലാണ് ഏറ്റവും കൂടുതൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് ലാർജ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബൈക്കുകളിലൊക്കെ നമ്മുടെ എൻജിനിൽ നിന്നും വീലിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്ത് അതിൻ്റെ ഷാഫ്റ്റ് തുടങ്ങുന്ന സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലൈ വീലാണ് ഇത്. കാരണം പിസ്റ്റണിൽ നിന്നും ആ മൂവ്മെന്റിനെ വീലിലേക്ക് കൊടുക്കുന്ന ഒരു സ്റ്റഡി മോഷൻ വരുത്താൻ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നു? ഒരു ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നു. ദിസ് യൂസ്ഡ് ഇൻ മോട്ടോർ വെഹിക്കിൾസ്. ഇത് നിങ്ങൾക്ക് അറിയാം, ഇതൊരു ഫ്ലൈ വീലാണ്. മില്ലിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദിസ് ലാർജ് ഫ്ലൈ വീൽ ദെയർ. ഇത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ വീടുകളിലുള്ള പഴയ തയ്യൽ മെഷീനാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഫ്ലൈ വീലാണ്. അപ്പോൾ ഫ്ലൈ വീൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? എവിടെയൊക്കെ സർക്കുലർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ, ഫോർ ഗെറ്റിംഗ് ഓർ ടു മേക്ക് ദ മോഷൻ സ്മൂത്ത് ആൻഡ് സ്റ്റഡി, സ്മൂത്ത് ആയിട്ടും സ്റ്റഡി ആയിട്ടും നടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അത് എല്ലാ റോട്ടർ പാർട്സിലും അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാ പാർട്സിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നുണ്ട് ടു ഗെറ്റ് എ സ്റ്റഡി ആൻഡ് സ്മൂത്ത് റൊട്ടേഷണൽ മോഷൻ. ഇനിയും ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എക്സ്റ്റേണൽ, നിങ്ങളൊരു മാസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വേരി ചെയ്യുന്നില്ല എന്നുള്ളൊരു എക്സ്പെരിമെന്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം. നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോകാം. ഹൗ ടു കാൽക്കുലേറ്റ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഫ്ലൈ വീൽ.
നമുക്ക് ഇനി ഈ ഫ്ലൈ വീലിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്ലൈ വീൽ ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ടു ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫ്ലൈ വീൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആക്സിൽ ഓഫ് ദി ഫ്ലൈ വീൽ അല്ലെങ്കിൽ ആ ഫ്ലൈ വീലിന്റെ ഹോൾ സെറ്റപ്പിനെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും ഒരു ഹൈറ്റിൽ അറേഞ്ച് ചെയ്യുന്നു. ആ ഒരു ഗ്രൗണ്ടിൽ നിന്നും ഒരു ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെറ്റപ്പിനെ ഫിക്സ് ചെയ്യുന്നു. സോ the axle of the flywheel is arranged to lie in a horizontal position, at a certain height from the ground. And you can see a weight hanger here. So a weight hanger is attached to this flywheel using a cord. ഒരു കോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഒരു വെയിറ്റ് ഹാങ്ങറിനെ അറ്റാച്ച് ചെയ്യുന്നു. സോ എ suitable load M can be placed on this weight hanger. ഈ കോഡിന്റെ മറ്റേ അറ്റം നിങ്ങൾക്ക് കാണാം, ഒരറ്റത്ത് യു ആർ ജസ്റ്റ് ഹാങ്ങിങ് എ വെയിറ്റ് ഹാങ്ങർ. അതിൻ്റെ മറ്റേ അറ്റം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആക്സിൽ കാണുന്ന ഒരു പെഗ് ഉണ്ട്. സോ യു ആർ ജസ്റ്റ് ദി അതർ എൻഡ് ഓഫ് ദി കോഡ് ഈസ് സ്ലിപ്ഡ് ഓൺ ദാറ്റ് പെഗ്. ആ പെഗിലേക്ക് ഇതിനെ എന്ത് ചെയ്ത് വെക്കുകയാണ്, സ്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ദാറ്റ് ഇത് റൊട്ടേറ്റ് ചെയ്ത് താഴെ വരുന്ന സമയത്ത് ആ ആക്സിലിൽ നിന്നും ഇത് എന്ത് ചെയ്യണം, താഴോട്ട് ഒന്ന് വീഴണം. സോ അതർ എൻഡ് എന്ന് പറയുന്നത് ഇതിൽ കെട്ടിയൊന്നുമല്ല വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്ത് ഒന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അത് ഈ മാസ് എന്ന് പറയുന്നത് താഴെ വന്ന് വീഴുന്ന സമയത്ത് ഈ കോഡ് ഇവിടെ നിന്നും ഊരി വരണം. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മറ്റേ അറ്റം ഈ ആക്സിലിൽ ഘടിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ അത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. സോ ഇതാണ് ഒരു സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഫ്ലൈ വീൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഫ്ലൈ വീലിന് വേണ്ടി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ സെറ്റപ്പിനെ ഒരു ഹൈറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹാവ് എ വെയിറ്റ് ഹാങ്ങർ. അത് നമ്മളൊരു കോഡ് ഉപയോഗിച്ച് ഫ്ലൈ വീലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, എക്സ്പെരിമെൻ്റ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദ ലോഡ് എം ഈസ് ജസ്റ്റ് ടച്ചസ് ദി ഗ്രൗണ്ട്. അത് ഗ്രൗണ്ടിന് ജസ്റ്റ് മുകളിൽ വേണം നിൽക്കാൻ. ഗ്രൗണ്ടിൽ തട്ടുകയും ചെയ്യരുത്, ഗ്രൗണ്ടിൽ നിന്നും ഒരുപാട് ഉയരുകയും നിൽക്കരുത്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വെയിറ്റ് ഹാങ്ങർ എന്ന് പറയുന്നതിൻ്റെ ആ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ആ പോർഷൻ ഗ്രൗണ്ടിന്, ഇതാണ് ഗ്രൗണ്ട് എങ്കിൽ ജസ്റ്റ് മുകളിൽ കിടക്കണം. ഗ്രൗണ്ടിലും കിടക്കാൻ പാടില്ല, ഒരുപാട് മുകളിലും കിടക്കാൻ പാടില്ല. ഇറ്റ് ജസ്റ്റ് ടച്ചസ് ദി ഗ്രൗണ്ട്. ആ ഒരു പൊസിഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഫ്ലൈ വീൽ സെറ്റപ്പ് അറേഞ്ച് ചെയ്യേണ്ടത് ആദ്യം. സോ യു ഹാവ് ടു അറേഞ്ച് ദി ലെങ്ത് ഓഫ് ദി കോഡ് സച്ച് ദാറ്റ് ദി മാസ് എം ഓർ ദ ലോഡ് എം ജസ്റ്റ് ടച്ചസ് ദി ഗ്രൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഗീവ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് റൊട്ടേഷൻ ടു ദ ആക്സിൽ ബാക്ക്വേർഡ്സ്. ഈ ആക്സിൽ അല്ലെങ്കിൽ ഫ്ലൈ വീൽ എന്ത് ചെയ്യുക, ബാക്ക്വേർഡിലേക്ക് നിങ്ങൾ കറക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് റൊട്ടേഷൻ ബാക്ക്വേർഡിലേക്ക് നിങ്ങൾ കറക്കി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദി കോഡ് ഈസ് വൗണ്ട് ഓവർ ദി ആക്സിൽ. ഈ ആക്സിലേക്ക് കോഡ് എന്ത് ചെയ്യും, ചുറ്റുകയും ചെയ്യും. ഈ മാസ് എന്ത് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും, മുകളിലേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, we are just rotating the flywheel backward so that the cord is going to wound over the axle without overlapping. അപ്പം ഓവർലാപ്പ് ചെയ്യാതെ ഇത് ഇവിടെ ചുറ്റുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യേണ്ടത്, ഇതിനെ ബാക്ക്വേർഡിലേക്ക് കറക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനൊരു 5 പ്രാവശ്യം ഈ ഫ്ലൈ വീലിനെ ബാക്ക്വേർഡിൽ റൊട്ടേറ്റ് ചെയ്തു. സോ യു ക്യാൻ സീ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ദി കോഡ് വൗണ്ട് ഓവർ ദി ആക്സിൽ വിത്തൗട്ട് ഓവർലാപ്പിംഗ്. ആ കോഡ് ഓവർലാപ്പ് ചെയ്യാതെ ആക്സിലിൽ ചുറ്റി. സോ ദാറ്റ് ദി മാസ് എം റൈസ് ടു എ ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ഫ്രം ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്നും 10 സെൻറ്റിമീറ്റർ എന്ത് ചെയ്തു, അത് മുകളിലേക്ക് ഉയർന്നു. അപ്പോൾ 5 തവണ ഇത് ബാക്കിലേക്ക് പോയി. ആ 5 തവണ ഇത് ബാക്കിലേക്ക് പോയ സമയത്ത് മാസ് എന്ത് ചെയ്തു, ഗ്രൗണ്ടിൽ നിന്നും ഏകദേശം 10 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഉയർന്നു. ഇതാണ് ഇപ്പോഴത്തെ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ സ്മോൾ എന്ന് ഇവിടെ എന്താണ്, ആക്സിലില് ഈ കോഡ് വൗണ്ട് ചെയ്തിരിക്കുന്നത് 5 ആണ്. സോ വി ക്യാൻ ടേക്ക് 2 വേരിയബിൾസ്. ലെറ്റ് h be the height from the ground. So small h equal to let it be 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, നമ്മുടെ കോഡ് 5 പ്രാവശ്യം ആക്സിൽ ചുറ്റിയിട്ടുണ്ട്. സോ സ്മോൾ എൻ എന്ന് പറയുന്നത് 5 ആണ്. സോ സ്മോൾ എൻ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് റൊട്ടേഷൻ ഓർ
സി നമ്പർ ഓഫ് ടൈംസ് ദി കോഡ് വൗണ്ട് ഓവർ ദി ആക്സിൽ. അതാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, സ്മോൾ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ ആ കോഡ് ആ ആക്സിലിൽ ചുറ്റിയത്. എന്നിട്ട് ഇവിടെ നമുക്കറിയാം ഗ്രൗണ്ടിൽ നിന്നും എച്ച് ഹൈറ്റ് ആണ് അതെന്ത് ചെയ്തത്, മുകളിലേക്ക് ഉയർന്നത്. ഇവിടെ ഇപ്പോൾ അത് 10 സെന്റിമീറ്റർ ആണ്. സോ വി ഹാവ് അനദർ വേരിയബിൾ സ്മോൾ എൻ. സോ സ്മോൾ എൻ എന്ന് പറയുന്നത് എന്താണ്, ഈ കോഡ് ആക്സിലിൽ ചുറ്റിയ എണ്ണമാണ്. അത് സ്മോൾ എൻ ആണ്. സോ ദാറ്റ് അതെങ്ങനെ ആ സ്മോൾ എൻ കിട്ടി, നിങ്ങൾ ഫ്ലൈ വീലിന് ബാക്ക്വേർഡിൽ ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് റൊട്ടേഷൻ കൊടുത്തപ്പോഴാണ് ആ കോഡ് എന്ത് ചെയ്ത് ആക്സിലിൽ ചുറ്റിയത്. അതാണ് സ്മോൾ എൻ. എച്ച് എന്ന് പറയുന്നത് അത് എത്രമാത്രം ഹൈറ്റ് മുകളിലേക്ക് റൈസ് ചെയ്ത് നിന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ യു ആർ ജസ്റ്റ് റിലീസിങ് ദി ഫ്ലൈ വീൽ. ഇവിടെ നമ്മൾ ഫ്ലൈ വീലിനെ പിടിച്ചിട്ടുണ്ട്. ഈ ഫ്ലൈ വീലിനെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റിലീസ് ചെയ്യുക. അപ്പോൾ എന്താ പറ്റുന്നത്, ഇതിലെ വെയിറ്റ് കൊണ്ട് പതുക്കെ ഈ കോഡ് താഴോട്ട് വരികയും ഫ്ലൈ വീല് തിരിച്ച് കറങ്ങുകയും അങ്ങനെ പതുക്കെ കറങ്ങി ഇതിലെ ഓരോ റൊട്ടേഷനും റിലീസ് ആയില്ല, ഓരോ ആ ചുറ്റും റിലീസ് ചെയ്ത് അവസാനം ആ കോഡ് അതിൽ നിന്ന് ഒന്ന് വീഴുകയും ഫ്ലൈ വീല് വളരെ വേഗതയിൽ കറങ്ങുകയും ചെയ്യും. ശ്രദ്ധിക്കണം അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, വി ആർ ജസ്റ്റ് ഗോയിങ് ടു റിലീസ് ദി ഫ്ലൈ വീൽ. ആ ഫ്ലൈ വീലിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, റിലീസ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ആ ഫ്ലൈ വീൽ അവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴേക്ക് വരുന്നു, വീണു, അത് ഡെഫിനിറ്റ് നമ്പർ ഓഫ് റൊട്ടേഷൻ. അത് വീണതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, വളരെ വേഗതയിൽ കറങ്ങുന്നു. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ തിയറിയിലേക്ക് പോവുകയാണ്. വി നോ സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കോഡ് ആ ആക്സിലിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന എണ്ണമാണ് സ്മോൾ എൻ എന്ന് പറയുന്നത്. ആൻഡ് എച്ച് എന്ന് പറയുന്നത് ആഫ്റ്റർ ദാറ്റ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് റൊട്ടേഷൻ ദ മാസ് ഈസ് റൈസ് ടു എ ഹൈറ്റ് സ്മോൾ എച്ച്. ഇനി നമുക്കുള്ള അടുത്തൊരു വേരിയബിൾ ആണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ എൻ ഈസ് നത്തിങ് ബട്ട് ദി നമ്പർ ഓഫ് റൊട്ടേഷൻ മേഡ് ബൈ ദ ഫ്ലൈ വീൽ ആഫ്റ്റർ ദ കോഡ് സ്ലിപ്സ് ഓഫ് ദ പെഗ് ഓർ ആഫ്റ്റർ ദി മാസ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ഫ്ലൈ വീൽ. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് മാസ് ഇളവി അല്ലെങ്കിൽ ആ കോഡ് ഇവിടെ നിന്ന് സ്ലിപ്പ് ചെയ്ത് താഴോട്ട് വീഴുമ്പോൾ ഈ ഫ്ലൈ വീലിന്റെ സ്പീഡ് ഇവിടെ കൂടുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു. അപ്പോൾ വീണതിന് ശേഷം എത്ര പ്രാവശ്യം ഈ റൊട്ടേഷൻ നടന്നു, അതായത് നിങ്ങൾക്കറിയാം ഇവിടെ മാസ് റേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാകും, ഈ മാസിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഗിവൺ ബൈ എം ജി എച്ച്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞൊരു ഹൈറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗെയിൻസ് എ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച്. ഇവിടെ നിന്നും നിങ്ങൾ ഇതിനെ റിലീസ് ചെയ്യുമ്പോൾ when the mass falls under gravity this potential energy is transformed to kinetic energy. ആ പൊട്ടൻഷ്യൽ എനർജി എന്തായി മാറും, കൈനറ്റിക് എനർജി ആയിട്ട് മാറും. So that it executes a definite number of rotation until it is stopped by the frictional force. ഈ ഇവിടെ ഉള്ള ബിയറിങ്സിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ഫ്രിക്ഷന്റെ ഫലമായിട്ട് അത് അതിനെ എന്ത് ചെയ്യും, ലാസ്റ്റ് വെലോസിറ്റി 0 ആക്കും. അതുവരെ അത് എന്ത് ചെയ്യും, ആ ഫ്ലൈ വീൽ എക്സിക്യൂട്ട് അല്ലെങ്കിൽ ആ റൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ എൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് റൊട്ടേഷൻ മെയ്ഡ് ബൈ ദ ഫ്ലൈ വീൽ ആഫ്റ്റർ ദി കോഡ് സ്ലിപ്പ് ഓഫ് ദി പെഗ്. അത് മാസ് വീണതിന് ശേഷം അത് നിൽക്കുന്നത് വരെ എത്ര തവണ അത് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ വേഗത കൂടുതലായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ പിടികിട്ടും. ഇതാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹൈറ്റിലേക്ക് ആ മാസിനെ റൈസ് ചെയ്തപ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു എം ജി എച്ച്. അപ്പോൾ അത് വീഴാൻ തുടങ്ങുമ്പോൾ ആ മാസ് ആ എനർജി എന്തിനൊക്കെയായിട്ട് ഉപയോഗിക്കണം, എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്, ഈ ഫ്ലൈ വീല് കറങ്ങാൻ ഉപയോഗിക്കുന്ന കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇനി എന്തുണ്ടാവും, ഈ മാസിനൊരു ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ട് ഡൗൺവേഴ്സിലെ. അപ്പോൾ ഒരു ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേറ്ററി മോഷനും ആ കൈനറ്റിക് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിയർ ഇറ്റ് ഈസ് ഡൂയിങ് സം വർക്ക് ടു ഓവർകം ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ ഒരു വർക്ക് അവിടെ ചെയ്യുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യാനും ആര് ഉപയോഗിക്കുന്നുണ്ട്, ഈ എം ജി എച്ച് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എം ജി എച്ച് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഫസ്റ്റ് വൺ ദി കൈനറ്റിക് എനർജി ഓഫ് ദി എന്താണ് ഫ്ലൈ വീൽ. കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലൈ വീൽ ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. ഇപ്പൊ നമുക്കറിയാം അതൊരു റൊട്ടേഷണൽ മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഐ ആണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഒമേഗ ആണ് അതിന്റെ ആംഗിൾ ഓഫ് വെലോസിറ്റി എങ്കിൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. പിന്നെ അത് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്,
ആ മാസ് താഴേക്ക് വീഴുന്ന സമയത്ത് അതിൻ്റെ ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് മാസ് താഴേക്ക് വീഴുന്നതെങ്കിൽ ഹാഫ് എം എന്ന് പറയുന്നതാണ് മാസ് എങ്കിൽ ഹാഫ് എം വി സ്ക്വയർ. ഇനി എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ ഉപയോഗിക്കണം. സോ ലെറ്റ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ പെർ റൊട്ടേഷൻ ഓഫ് ദ വീൽ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി ഡബ്ല്യു. ഡബ്ല്യു ആണ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ പെർ റൊട്ടേഷൻ. ഒരു റൊട്ടേഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡബ്ല്യു ആണെന്ന് ഇരിക്കട്ടെ. സോ ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ പെർ റൊട്ടേഷൻ. സോ ഡബ്ല്യു ഈസ് വർക്ക് ഡൺ പെർ റൊട്ടേഷൻ. ഇവിടെ നമ്മൾ എത്ര റൊട്ടേഷൻ എടുക്കുന്നുണ്ട്? സ്മോൾ എൻ ആണ് ഇവിടുത്തെ റൊട്ടേഷൻ. കാരണം സ്മോൾ എൻ പ്രാവശ്യമാണ് അത് ബാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ആ കോഡ് വീഴുന്നതിന് മുമ്പ് വരെ അത് സ്മോൾ എൻ റൊട്ടേഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് യു ക്യാൻ സേ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? എം ജി എറ്റ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് വാട്ട് എൻ. സ്മോൾ എൻ ആണ് അതിൻ്റെ നമ്പർ ഓഫ് റൊട്ടേഷൻ. സോ ഇറ്റ് ഈസ് എൻ ഡബ്ല്യു. സോ ഡോണ്ട് കൺഫ്യൂസ് വിത്ത് ഡബ്ല്യു വിത്ത് ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലർ വെലോസിറ്റി ആണ്. ഡബ്ല്യു എന്ന് പറഞ്ഞത് വർക്ക് ഡൺ against friction per rotation. So this is the formula. mgh equal to half I omega square plus half mv square plus nw. So equation 1. ഇനി നമ്മൾ നോക്കുന്നത് ഇത് വീണ് കഴിഞ്ഞു, അല്ലെങ്കിൽ മാസ് ഇവിടെ നിന്നും ഡിറ്റാച്ച് ആയി എന്ന് കരുതുക. സോ ദാറ്റ് ഞാൻ പറഞ്ഞു അതെന്ത് ചെയ്യും? ഇറ്റ് എക്സിക്യൂട്ട്സ് n നമ്പർ ഓഫ് റൊട്ടേഷൻ ബിഫോർ ഇറ്റ് കംസ് ടു റെസ്റ്റ്. നിൽക്കുന്നതിന് മുമ്പ് അത് എത്ര റൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്യും? ക്യാപിറ്റൽ എൻ റൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്യും. സോ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആയിരിക്കും? അത് നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇറ്റ് ഈസ് ഡൂയിങ് സം വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദി ഫ്രിക്ഷൻ അല്ലേ? ആ കൈനറ്റിക് എനർജി വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദി ഫ്രിക്ഷന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം ഡബ്ല്യു ആണ് വർക്ക് ഡൺ against the friction per rotation. അപ്പോൾ അത് മാസ് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര റൊട്ടേഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ എൻ റൊട്ടേഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എൻ ഡബ്ല്യു ആണ്. സോ ഇക്വേഷൻ 2. ഓക്കെ, സോ ഫ്രം ഹിയർ വി വിൽ ഗെറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഡബ്ല്യു, വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ പെർ റൊട്ടേഷൻ. ഡബ്ല്യു എന്ന് പറയുന്നത് എത്ര ആയിരിക്കാം? ഡബ്ല്യു എന്ന് പറയുന്നത് it is half I omega square by n, or it is I omega square by 2n. I omega square by 2n. So this is the work done against the friction. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഡബ്ല്യുവിനെ കൊണ്ടുവന്ന് വെക്കുക. ഇതിലേക്ക് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1ലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എം ടി എച്ചിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് എഴുതിക്കേ. എല്ലാവർക്കും ഇങ്ങനെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡബ്ല്യുവിന് പകരം ഐ ഒമേഗ സ്ക്വയർ ബൈ 2n കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാം ഒരു 2 കോമൺ ആയിട്ട് വരും. ആ 2നെ LHSലേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് 2 mgh ഈക്വൽ ടു ഐ ഒമേഗ സ്ക്വയർ പ്ലസ് എം വി സ്ക്വയർ പ്ലസ് എൻ ഐ ഒമേഗ സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ. ഇനി ഇതിലെ എം വി സ്ക്വയറിനെ നിങ്ങൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുക. സോ ദാറ്റ് എങ്ങനെ കിട്ടും? സോ ദാറ്റ് 2 mgh മൈനസ് എം വി സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ ഐ ഒമേഗ സ്ക്വയർ രണ്ട് ടേമിലും കോമൺ ആണ്. സോ ടേക്ക് ഐ ഒമേഗ സ്ക്വയർ കോമൺ. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഐ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് സ്മോൾ എൻ ബൈ ക്യാപിറ്റൽ എൻ. ഈ സ്മോൾ എന്നും ക്യാപിറ്റൽ എന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം എന്താണ് സ്മോൾ എന്നും ക്യാപിറ്റൽ എന്നും എന്നുള്ളത്. സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ ആ എന്താണ് നിങ്ങളുടെ കോഡ് എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ് മുകളിലേക്ക് വരുന്ന സമയത്ത് ആക്സിലിൽ ചുറ്റുന്ന എണ്ണമാണ് സ്മോൾ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് മാസ് ആക്സിൽ നിന്നും വിട്ട് താഴേക്ക് വീണതിന് ശേഷം എത്ര തവണ ഫ്ലൈ വീല് കറങ്ങുന്നു, അതാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. So that you will get 2 mgh minus mv square equal to I omega square into 1 plus small n by capital N. So now we know what is V. V എന്ന് പറയുന്നത് എന്താണ്? V എന്ന് പറയുന്നത് it is R omega ആണ്.
V എന്ന് പറയുന്നത് r ഒമേഗയാണ്. വാട്ട് ഈസ് r? r is the radius of the axis. So V equal to r ഒമേഗ. എന്ത് ചെയ്യുക? ഇവിടുത്തെ mv സ്ക്വയറിന് പകരം r ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So that you will get 2 mgh 2 mgh minus m r square omega square m r square omega square equal to I omega square into 1 plus small n by capital. സോ ഇത്രയും നമ്മൾ ചെയ്തു. ഒന്നും കൂടെ നമ്മൾ ചെയ്തെല്ലാം കൂടെ നോക്കിക്കേ. നമ്മൾ ആദ്യം ഫ്ലൈ വീലിൻ്റെ സെറ്റപ്പ് ഒക്കെ പറഞ്ഞു. അത് ഒരു 5 പ്രാവശ്യം അത് ബാക്ക്വേർഡിൽ കറക്കി ആ വെയിറ്റ് ഹാങ്ങറിനെ എച്ച് എന്ന് പറയുന്ന ഹൈറ്റിന് മുകളിൽ എത്തിച്ചു. അപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്പെരിമെൻ്റ് തുടങ്ങുന്ന സമയം ദ ലോഡ് എം ജസ്റ്റ് ടച്ച് ദ ഗ്രൗണ്ട് എന്ന് പറയുന്ന പൊസിഷനിൽ വേണം കിടക്കാൻ. അപ്പോൾ സ്മോൾ എൻ ആണ് ആ കോഡ് വൗണ്ട് ഓവർ ദി ആക്സിൽ. നമ്പർ ഓഫ് ടൈംസ് ദ കോഡ് ഇസ് വൗണ്ട് ഓവർ ദി ആക്സിലാണ് സ്മോൾ എൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഫ്ലൈ വീലിനെ റിലീസ് ചെയ്യുക. അപ്പം ഡ്യൂ ടു ഗ്രാവിറ്റി അതെന്ത് ചെയ്യും? തിരിച്ച് കറങ്ങുകയും വെയിറ്റ് താഴേക്ക് വീഴുകയും അതിനുശേഷം അത് ക്യാപിറ്റൽ എൻ റൊട്ടേഷൻ നടത്തുകയും ചെയ്യും ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. സോ വി യൂസ് ദി കൺസർവേഷൻ ഓഫ് എനർജി. mgh എന്ന് പറയുന്നത് അതിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൈ വീലിനും ട്രാൻസ്ലേറ്ററി കൈനറ്റിക് എനർജി ഓഫ് ദ മാസിനും ആൻഡ് വർക്ക് ഡൺ ടു ഓവർകം ദി ഫ്രിക്ഷനും വേണ്ടി ഉപയോഗിക്കും. അവിടെ നമ്മൾ ഡബ്ല്യുവിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രയുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് വി ഗോട്ട് ദി എക്സ്പ്രഷൻ 2 mgh മൈനസ് എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു I ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് സ്മോൾ എൻ ബൈ ക്യാപിറ്റൽ എൻ. ലെറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണെന്ന് ഇരിക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സ്പ്രഷൻ ഫോർ ദി ആംഗുലർ വെലോസിറ്റി. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. സോ വി ഹാവ് ടു യൂസ് ദി എക്സ്പ്രഷൻ ഫോർ ആംഗുലർ വെലോസിറ്റി. അതിനെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഫ്ലൈ വീല് ആദ്യം കറങ്ങി തുടങ്ങിയ സമയം ലെറ്റ് ഒമേഗ ബി ദ ആംഗുലർ വെലോസിറ്റി. എന്നിട്ട് അത് എന്ത് ചെയ്തു? അത് നിന്നു. സോ ദാറ്റ് ദി ആംഗുലർ വെലോസിറ്റി ബിക്കം 0. സോ ആവറേജ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ പ്ലസ് 0/2. സോ ദി ആവറേജ് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് omega/2. omega/2 ആണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് ആംഗുലർ വെലോസിറ്റി ഓഫ് ദി ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ആ ഫ്ലൈ വീല് സ്മോൾ ടി സമയം കൊണ്ട് ക്യാപിറ്റൽ എൻ റൊട്ടേഷൻ ആണ് നടത്തിയെന്നിരിക്കുക. അതായത് മാസ് വീണതിന് ശേഷം ക്യാപിറ്റൽ എൻ റൊട്ടേഷൻ നടത്തിയത് സ്മോൾ ടി സമയം കൊണ്ടാണെന്ന് വിചാരിക്കുക. ആ സ്മോൾ ടി സമയമൊക്കെ അളക്കാൻ നമുക്ക് വി ഹാവ് സ്റ്റോപ്പ് വാച്ച്. അപ്പം സ്മോൾ എൻ റൊട്ടേഷൻ നടത്തിയത് സ്മോൾ ടി സമയം കൊണ്ടാണെങ്കിൽ ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ദി ഫ്ലൈ വീൽ എന്ന് പറയുന്നത് വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് omega/2. omega/2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് ഈസ് വാട്ട്? ക്യാപിറ്റൽ എൻ റൊട്ടേഷൻ ആണ് അത് നടത്തിയത് ഫോർ എ ടൈം സ്മോൾ ടി ആണെങ്കിൽ omega/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2π n/t. 2π n/t ആയിരിക്കും എന്തെന്ന് പറയുന്നത്? omega/2 എന്ന് പറയുന്നത്. സോ ദാറ്റ് യു വിൽ ഗെറ്റ് വാട്ട് ഇസ് ഒമേഗ? ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 4π n/t. സോ ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ഫ്ലൈ വീൽ ഈസ് നത്തിങ് ബട്ട് 4π n/t. Okay, so if the flywheel executes capital N rotation for a time small t, we have എന്താണ്? സ്മോൾ ടി സമയം കൊണ്ട് ക്യാപിറ്റൽ എൻ റൊട്ടേഷൻ അതെന്ത് ചെയ്തു? നടത്തിയെങ്കിൽ omega/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2π n/t ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് 4π n/t ആയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആണ്? ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷനിലേക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഹാവ് ദ ഇക്വേഷൻ 3.
2 mgh minus mr square omega square equal to I omega square into 1 plus small n by capital N. So in this expression just substitute omega equal to 4 pi capital N by t. Adendu cheyyuka substitute cheyyuka. So that equation 3 becomes എന്ത് കിട്ടും? It is 2 mgh minus mr square omega square ന് പകരം 4 pi n by t the whole square. So that it is 16 pi square capital N square divided by small t square equal to I into again omega square which is 16 pi square capital N square divided by t square into 1 plus small n by capital N. എന്ത് ചെയ്തു? നമ്മൾ ഒമേഗയ്ക്ക് പകരം 4 pi n by t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ 5 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ആയിരുന്നു ഒമേഗ, ഫൈനൽ ആംഗുലർ വെലോസിറ്റി 0 ആണ്. സോ ആവറേജ് ആംഗുലർ വെലോസിറ്റി ഓഫ് 5 എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ 2 ആണ്. അപ്പോൾ ക്യാപിറ്റൽ N റൊട്ടേഷൻ അത് സ്മോൾ ടി സമയം കൊണ്ട് നടത്തിയാൽ സോ ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഒരു റൊട്ടേഷന് 2 പൈ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ N റൊട്ടേഷൻ ഇറ്റ് ഇസ് 2 pi n. സോ ഇറ്റ് ഇസ് 2 pi n by t. അങ്ങനെ നമുക്ക് ഒമേഗ ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ 5 വീൽ എന്ന് പറയുന്നത് 4 pi n by t എന്ന് കിട്ടി. അത് എന്ത് ചെയ്തു? ഇക്വേഷൻ 3ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ദിസ് എക്സ്പ്രഷൻ. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4. Equation number 4. Multiply throughout this expression by t square by 2. t square by 2 കൊണ്ട് എന്ത് ചെയ്യുക? ഈ എക്സ്പ്രഷനെ മുഴുവനും മൾട്ടിപ്ലൈ ചെയ്യുക. എൻ്റെ കൂടെ തന്നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞ് എന്ത് കിട്ടും? ഫസ്റ്റ് വൺ 2 mgh t square by 2 അല്ലേ? 2 mgh t square by 2. അടുത്തത് മൈനസ് mr square (16 pi square n by t square ഉണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മൾ t square by 2 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ t square t square ക്യാൻസൽ ചെയ്യും. 16 2 കട്ട് ചെയ്ത് 8 കിട്ടും. സോ ദാറ്റ് യു വിൽ ഗെറ്റ് വാട്ട്? 8 pi square capital N square equal to I into ഇവിടെയും നമ്മൾ t square by 2 സബ്സ്റ്റിറ്റ്യൂട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 8 pi square capital N square into 1 plus small n by capital N into 1 plus small n by capital N. Equation number 5. Equation number 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? t square by 2 എന്ത് ചെയ്തു? throughout the expression നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. So that now we can write the final expression for I. നമ്മൾക്ക് എന്ത് ചെയ്യുക? ഇക്വേഷൻ 5 ഉപയോഗിച്ച് ഐക്ക് ക്യാപിറ്റൽ ഐ മൊമെന്റ് ഓഫ് ഇനേഷ്യയ്ക്ക് വേണ്ടി ഈ എക്സ്പ്രഷൻ റീഅറേഞ്ച് ചെയ്യാം. ഒന്ന് എഴുതി നോക്കിക്കേ. സോ നമുക്ക് ഇക്വേഷൻ 5 ഉണ്ട്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മൊമെന്റ് ഓഫ് ഇനേഷ്യയ്ക്ക് വേണ്ടി റീഅറേഞ്ച് ചെയ്യുന്നു. സോ ദാറ്റ് യു വിൽ ഗെറ്റ് വാട്ട് ഇസ് ഐ? ക്യാപിറ്റൽ ഐ ഈക്വൽ ടു എന്ത് കിട്ടും? ക്യാപിറ്റൽ ഐ ഈക്വൽ ടു mgh ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. സോറി, mgh t square minus
ഇവിടെ എം ആർ സ്ക്വയർ ഉണ്ടായിരുന്നു 8 π സ്ക്വയർ ക്യാപിറ്റൽ എൻ സ്ക്വയർ. സോ ഇവിടെയും 8 π സ്ക്വയർ ക്യാപിറ്റൽ എൻ സ്ക്വയർ. 8 π സ്ക്വയർ ക്യാപിറ്റൽ എൻ സ്ക്വയർ. സോ I equal to mgh t സ്ക്വയർ മൈനസ് mr സ്ക്വയർ 8 π സ്ക്വയർ capital N square divided by 8 π square capital N square into 1 plus small n by capital 1 plus small n by capital N. അപ്പം we got I equal to mgh t square minus mr square 8 π square capital N square by 8 π square capital N square into 1 plus small n by capital. ഇനിയും ഇവിടെ നമ്മൾ കുറച്ച് റീഅറേഞ്ച്മെന്റ് നടത്തുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ LCM എടുക്കുന്നു. സോ ഈ ഒരു ടേമിൽ നിന്ന് നമ്മൾ LCM എടുക്കുന്നു. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ക്യാപിറ്റൽ N പ്ലസ് സ്മോൾ n ബൈ ക്യാപിറ്റൽ N. ആ ക്യാപിറ്റൽ N നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. ഈ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ M കോമൺ ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ഓരോ ടേം, അപ്പം ഇവിടെ M കോമൺ ആയിട്ട് എടുത്താൽ യു വിൽ ഗെറ്റ് M ഇൻറ്റു GH T സ്ക്വയർ മൈനസ് R സ്ക്വയർ 8 π സ്ക്വയർ ക്യാപിറ്റൽ N സ്ക്വയർ. ഓരോ ടേമിനെയും 8 π സ്ക്വയർ ക്യാപിറ്റൽ N സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ നടക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനെ LCM എടുക്കുന്നു. LCM എടുത്തതിന് ശേഷം N-നെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ ദാറ്റ് യു വിൽ ഗെറ്റ് ക്യാപിറ്റൽ N ന്യൂമറേറ്ററിൽ പോകുന്നു. മോളിൽ നിന്ന് രണ്ട് ടേമിൽ നിന്ന് നമ്മൾ സ്മോൾ n കോമൺ ആയിട്ട് എടുത്തു. സോ താഴെ ക്യാപിറ്റൽ N പ്ലസ് സ്മോൾ n ഉണ്ട്. സോ nm ബൈ ക്യാപിറ്റൽ N പ്ലസ് സ്മോൾ n. ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ന്യൂമറേറ്ററിലുള്ള ഓരോ ടേമിനെയും 8 π സ്ക്വയർ n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ടേം ആയ GH T സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 π സ്ക്വയർ n സ്ക്വയർ മൈനസ് സെക്കൻഡ് ടേം ഏതാണ്? അടുത്ത സെക്കൻഡ് ടേം ഏതാണ്? ഇതാണ് നമ്മുടെ സെക്കൻഡ് ടേം. ആ സെക്കൻഡ് ടേമിൽ 8 π സ്ക്വയർ n സ്ക്വയർ ഉണ്ട്. അത് ഈ ന്യൂമറേറ്ററിലുള്ള 8 π സ്ക്വയർ n സ്ക്വയറുമായിട്ട് ക്യാൻസൽ ചെയ്യും. ബാക്കി നമുക്ക് ആരേ ഉള്ളൂ? M നേരത്തെ കോമൺ ആയിട്ട് എടുത്തു, അപ്പോൾ മൈനസ് R സ്ക്വയർ മാത്രമേ ഉള്ളൂ. സോ ഈക്വൽ ടു മൈനസ് R സ്ക്വയർ. So nm by capital N plus small n GH T square by 8 π square n square minus R square. നമുക്കറിയാം വാട്ട് ഇസ് ഒമേഗ. നമുക്ക് നേരത്തെ കിട്ടി ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4 π n by t ആണ് നമുക്ക് കിട്ടി. 4 π n by t ആണ് നമുക്ക് കിട്ടി. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് മറന്നു പോകരുത്. ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ ബൈ 2 ആണ്. 2 π n by t. സോ ഒമേഗ ഈക്വൽ ടു 4 π n by t ആണ് നമുക്ക് കിട്ടിയത്. സോ വാട്ട് ഇസ് ഒമേഗ സ്ക്വയർ? ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 16 π സ്ക്വയർ ക്യാപിറ്റൽ N സ്ക്വയർ ബൈ ടി സ്ക്വയർ അല്ലേ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ വി ഹാവ് 8 π സ്ക്വയർ n സ്ക്വയർ ബൈ ടി സ്ക്വയർ അല്ലേ? ഇത്രയും നമുക്കിവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 16 π സ്ക്വയർ n സ്ക്വയർ ബൈ ടി സ്ക്വയർ ഇവിടെ കൊടുക്കണമെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ 2 മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഡിനോമിനേറ്ററിൽ 2 മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലും 2 മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു nm ബൈ ക്യാപിറ്റൽ N പ്ലസ് സ്മോൾ n ഇൻറ്റു നമ്മൾ ന്യൂമറേറ്ററിൽ 2 മൾട്ടിപ്ലൈ ചെയ്തു. സോ 2 GH ടി സ്ക്വയറിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയി. അപ്പം ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 16 π സ്ക്വയർ n സ്ക്വയർ ബൈ ടി സ്ക്വയർ എന്ന് കിട്ടി. അത് വേറെ ആരുമല്ല, ആരാണ്? ഒമേഗ സ്ക്വയർ ആണ്. 2 GH ബൈ ഒമേഗ സ്ക്വയർ മൈനസ് സ്മോൾ r സ്ക്വയർ. വാട്ട് ഇസ് r? സ്മോൾ r. സ്മോൾ r എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ദി ആക്സിലാണ്. സ്മോൾ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ആക്സിലാണ്, അല്ലാതെ ഏതല്ല
ഫ്ലൈ വീലിൻ്റെ റേഡിയസ് അല്ല, തിരിഞ്ഞു പോകരുത്. സോ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ആക്സിൽ ആണ്. റേഡിയസ് ഓഫ് ആക്സിൽ ആണ് സ്മോൾ ആർ. So we got the final expression of the moment of inertia of the flywheel as I equal to Nm by capital N plus small n into 2gh by omega square minus r square. So this is an important relation. നിങ്ങൾക്ക് എസ് ആയിട്ട് ചോദിക്കും how to find out the moment of inertia of a flywheel. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് നോക്കിയാൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഫ്ലൈ വീലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, എന്തിനാണ് ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞു. എന്നിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഫ്ലൈ വീൽ കണ്ടുപിടിക്കാൻ കുറച്ച് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾ സ്മോൾ എൻ ആണ്. അത് നമ്പർ ഓഫ് ടൈംസ് ദി കോഡ് വൗണ്ട് ഓവർ ദ ആക്സിൽ. എച്ച് എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ബാക്ക്വേർഡിലേക്ക് കടക്കുമ്പം വെയിറ്റ് ഹാങ്ങിൽ നിന്നും വെയിറ്റ് എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ് മുകളിലേക്ക് വരും. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റൊട്ടേഷൻ മെയ്ഡ് ബൈ ദ ഫ്ലൈ വീൽ വെൻ ദ മാസ് ഡിറ്റാച്ച്ഡ് ആഫ്റ്റർ ദി മാസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ആക്സിൽ. സോ ലോ ഓഫ് കൺസർവേഷൻ എനർജി ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻ 1 എഴുതി. അവിടെ നമുക്ക് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആ ഡബ്ല്യു എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദി ഫ്രിക്ഷൻ പെർ റൊട്ടേഷൻ ആണ്. അത് നമ്മൾ ക്യാപിറ്റൽ എൻ റൊട്ടേഷൻ ഉപയോഗിച്ച് ഡബ്ല്യു എഴുതി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇക്വേഷൻ 1ലേക്ക്. ആൻഡ് വി ഗോട്ട് ദി ഇക്വേഷൻ നമ്പർ 3. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി ഫ്ലൈ വീൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ആ ഫ്ലൈ വീൽ എക്സ്പീരിയൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഒമേഗയുണ്ട്, ഫൈനൽ അത് 0 ആയി. സോ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ω/2 ആണ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ 2πn/t ആണ്. കാരണം സ്മോൾ ടി സമയം കൊണ്ട് അത് ക്യാപിറ്റൽ എൻ റൊട്ടേഷൻ നടത്തിയാൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 4πn/t. അത് ഇക്വേഷൻ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഏത് എഴുതി, ഇക്വേഷൻ 5 എഴുതി ആഫ്റ്റർ മൾട്ടിപ്ലൈയിങ് t²/2. അതിനുശേഷം നമ്മൾ ഫൈനൽ എക്സ്പ്രഷനിലേക്ക് വന്നു, ഐ എന്ന് പറഞ്ഞ എക്സ്പ്രഷനിലേക്ക് വന്നു. വി ഗോട്ട് Nm by capital N plus small n into 2gh by omega square minus small r square. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ല രീതിയിൽ ഇതെന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് experiment to determine the moment of inertia of the flywheel. Hope you understand the theory to find out the moment of inertia of the flywheel. Thank you.